الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു പുതുവത്സര പുലരിയിലാണ്. ഹിജ്റ വർഷം 1448 മുഹറം മാസത്തിലെ ആദ്യ ദിവസങ്ങളിലാണ് നമ്മളുള്ളത്. ഹിജ്റ വർഷം തുടങ്ങുന്നത് മുഹറം മുതലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ നടന്ന വർഷം 1 എന്ന് കണക്കാക്കുകയും അതുവരെ അവർ എണ്ണി വന്നിരുന്ന ആദ്യ മാസം മുഹറം എന്ന് തീരുമാനിക്കുകയും ചെയ്തു. അതാണ് ഹിജ്റ മാസം, ഹിജ്റ വർഷം എന്ന് പറയുന്നത്. നേരത്തെ മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒരു വർഷം എണ്ണി വരുന്ന കൃത്യമായ ഒരു രൂപമുണ്ടായിരുന്നില്ല. മാസം അവർ കണക്കാക്കിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ആ കാലത്തുണ്ടായിരുന്നതിനേക്കാൾ ഇസ്ലാമിക സമൂഹം വികസിക്കുകയും പല പ്രദേശങ്ങളും പിൽക്കാലത്ത് മുസ്ലിങ്ങളുടെ ഭരണമാവുകയും ആ ഭരണത്തിന് ഗവർണർമാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഉണ്ടാവുകയും ചെയ്തപ്പോഴേ ഏത് കൊല്ലം എന്ന് കണക്കാക്കേണ്ട ഒരാവശ്യം വന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഹിജ്റ 17 പിന്നീടാണ് കണക്കാക്കിയെങ്കിലും ഹിജ്റ 17 അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഗവർണറായിരുന്നു. ഉമർ റളിയല്ലാഹുവിനെ അറിയിച്ചു, താങ്കൾ അയക്കുന്ന പല നിർദ്ദേശങ്ങളും ഏത് വർഷം എന്ന് വ്യക്തമാവുന്നില്ല, അതുകൊണ്ട് നമുക്കൊരു വർഷം കണക്കാക്കണം. അപ്പോൾ നമ്മളല്ലേ 2026 എന്ന് പറഞ്ഞ ഈ വർഷം AD 2026, അതുപോലെ അവർക്കന്നൊരു കണക്ക് വേണമെന്ന് പറഞ്ഞപ്പോഴേ ഉമർ റളിയല്ലാഹു അൻഹു സഹാബാക്കളിൽ പ്രമുഖരായ ആളുകളെ വിളിച്ചുകൂട്ടി. സംഗതി ശരിയാണ്. അപ്പോൾ നമ്മൾ മുഹറം 10 എന്നൊരാളോട് പറഞ്ഞാൽ ഏത് മുഹറം, ഏത് വർഷത്തെ മുഹറം എന്ന പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമുക്കൊരു വർഷം തുടങ്ങണം എന്ന് പറഞ്ഞപ്പോൾ സഹാബിമാർ അത് അംഗീകരിക്കുകയും പല നിർദ്ദേശങ്ങളും പറയുകയും ചെയ്തു. ചിലർ പറഞ്ഞു നമുക്ക് റോമക്കാരെ പോലെ അവരുടെ ആ കലണ്ടർ പ്രകാരം വർഷം കണക്കാക്കാം. ചിലർ പറഞ്ഞു നമുക്ക് പേർഷ്യക്കാരെ പോലെ അത് കണക്കാക്കാം. ചിലർ പറഞ്ഞു നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം ആ വർഷം മുതൽ കണക്കാക്കാം. ചിലർ പറഞ്ഞു ഖുർആൻ അവതരിച്ച വർഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയായിത്തീർന്ന ആ വർഷം മുതൽ കണക്കാക്കാം. ചിലർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോയ ആ വർഷം 1-ാം വർഷമായി കണക്കാക്കാം. ഈ അഭിപ്രായങ്ങളൊക്കെ ചർച്ച ചെയ്ത് അവസാനം അവർ തീരുമാനിച്ചത് ഹിജ്റ പോയ വർഷം 1 എന്നെടുക്കുക. അതിൻ്റെ കാരണം അതൊരു മഹാസംഭവമാണല്ലോ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഹക്കും ബാത്തിലും തമ്മിൽ വേർതിരിയുന്ന
ഇസ്ലാമിൻ്റെ വിജയത്തിന് വളരെ ഉപകരിച്ച, പിൽക്കാലത്ത് ഇസ്ലാമിക സമൂഹം വളർന്നു വലുതായ ആ ഒരു സംഭവം ഹിജ്റ ആയതുകൊണ്ട് അങ്ങനെ ഹിജ്റ വർഷം 1, ഹിജ്റ നടന്ന വർഷം 1 എന്ന് കണക്കാക്കാം എന്ന് തീരുമാനിക്കുകയും നേരത്തെ അവർ കൊല്ലം കണക്കാക്കി എണ്ണിപ്പോന്നിരുന്ന മുഹറം സഫർ എന്ന ആ മുഹറം 1 ആക്കുകയും ചെയ്തു. ഹിജ്റ നടന്നത് റബീഉൽ അവ്വലിലാണ് ഹിജ്റ നടന്നത്. പക്ഷേ ആ വർഷത്തെ മുഹറം മുതൽക്കാണ് ഹിജ്റ 1-ാം വർഷത്തിലെ മാസം എണ്ണി വരുന്നത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയും കാര്യങ്ങളും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഒരുപാട് പാഠങ്ങളുണ്ട്. ഇന്ന് ഞാൻ പറയുന്നത് ഹിജ്റ വർഷം കണക്കാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾക്കത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ അതെന്താണ് എന്ന് നമ്മൾ പഠിക്കേണ്ട സമയത്ത് അതിൻ്റെ ഒരു ചരിത്രം പുറകോട്ട് പോകുന്നുണ്ട്. മുഹറമാണല്ലോ. മുഹറം മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പെടുത്തിരുന്നു. മുഹറം 10-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, മക്കയിലെ മുസ്ലിങ്ങൾ അല്ലാത്ത ആളുകളും നോമ്പെടുത്തിരുന്നു. മദീനയിലും മറ്റുമൊക്കെയുള്ള യഹൂദന്മാരും നോമ്പെടുത്തിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയപ്പോൾ അവിടെയുള്ള യഹൂദന്മാരായ ആളുകൾ നോമ്പെടുക്കുന്നത് കണ്ടു. അപ്പോൾ അവരോട് ചോദിച്ചു, എന്താ ഇന്ന് നിങ്ങൾ നോമ്പെടുക്കാൻ കാരണം? അപ്പോൾ അവർ പറഞ്ഞു, ഈ ദിവസം എന്ന് പറയുന്നത് ഒരു വലിയ ദിവസമാണ്, വളരെ പവിത്രമായ ഒരു ദിവസമാണ്, മഹത്തായ ഒരു ദിവസമാണ്. ഹാദാ യൗമുൻ അളീം, ഇതൊരു മഹത്തായ ദിവസമാണ്. ഈ ദിവസമാണ് അൻജല്ലാഹു ഫീഹി മൂസ വ ഖൗമഹു ഫസാമഹു മൂസ ശുക്രൻ. ഈ ദിവസമാണ് അല്ലാഹു തആല മൂസാ നബിയെയും സമൂഹത്തെയും രക്ഷപ്പെടുത്തിയത്. അങ്ങനെ മൂസ അലൈഹിസ്സലാം പിന്നെ ഈ ദിവസം ശുക്ർ, നന്ദി കാണിക്കാൻ നോമ്പെടുത്തു എന്ന് യഹൂദന്മാർ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഫനഹ്നു അഹഖു ഔലാ ബിമൂസ, നമ്മളാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് കൂടുതൽ അടുത്തവരും കൂടുതൽ ബന്ധമുള്ളവരും. അതുകൊണ്ട് ഫസാമഹു റസൂലുള്ളാഹി വഅമറ ബിസ്വയാമിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കുകയും അങ്ങനെ നോമ്പെടുക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും നോമ്പെടുത്തു. കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചിരുന്നാൽ ഞാൻ ലഅസൂമന്ന താസിഅ, 9-ന് നോമ്പെടുക്കും എന്ന്. അത് മുഹദ്ദിസീങ്ങൾ പറയുന്നത് യഹൂദന്മാർ നോമ്പെടുക്കുന്ന ദിവസം തന്നെയാവണ്ട, അവരുടെ ഒരു ആരാധന അതേപോലെ ആവണ്ട എന്നുള്ളത് കൊണ്ടാണ് 9-ന് നോമ്പെടുക്കും എന്ന് പറഞ്ഞത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 9-ന് നോമ്പെടുക്കാൻ കഴിഞ്ഞില്ല, അതിനു മുമ്പ് വഫാത്താവുകയുണ്ടായി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത 10-ന്റെ നോമ്പും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ നോമ്പെടുക്കും എന്ന് പറഞ്ഞ ആ 9-ഉം അതാണ് തസ്വാ ആഷൂറ എന്ന് പറയുന്ന മുഹറം 9-ഉം 10-ഉം നോമ്പ്. ഈ മുഹറം നോമ്പിന് വലിയ ഫളലുണ്ട്, ശ്രേഷ്ഠത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം. റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും അഫ്ളലായ നോമ്പ് അത് മുഹറം നോമ്പാണ് എന്ന്. ആ നോമ്പ് നോൽക്കുവാൻ നമ്മൾ ഇപ്പോഴേ തീരുമാനിക്കുക. മുഹറം 10 ഏറ്റവും പോരിശയുള്ളതാണ്. മുഹറം 9-ഉം 10-ഉം നോമ്പെടുക്കുക എന്നത് സുന്നത്തായ മുസ്തഹബായ പുണ്യമുള്ള കാര്യമാണ്. ഈ ദിവസം മൂസാ നബി അലൈഹിസ്സലാം, അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിനെയും കൂടെയുള്ള ആളുകളെ രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞല്ലോ. എവിടുന്നാ രക്ഷപ്പെടുത്തിയത്? ഫിറഔനിൻ്റെ അക്രമത്തിൽ നിന്നാണ്. ഫിറഔനും കൂട്ടരും. മൂസാ നബിയുടെ കഥ പറയണമെങ്കിൽ ഒരുപാട് സമയം വേണം. കാരണം ഖുർആനിൽ ഏറ്റവും കൂടുതൽ തവണ പറഞ്ഞിട്ടുള്ള പ്രവാചകന്റെ പേര് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ പേരാണ്. 136 സ്ഥലത്ത് ഖുർആനിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ പേരുണ്ട്. 136. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം, ജീവിതം 34 സൂറത്തുകളിലുണ്ട്. അതെന്താ ഇത്രയധികം?
മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം ഇത്ര അധികം തവണ ഇത്ര അധികം സൂറത്തിൽ വന്നത് എന്ന് തഫ്സീറുകളിൽ പല അഭിപ്രായങ്ങളുമുണ്ട്. ഏറ്റവും പ്രധാനമായി പറയുന്നത് മൂസാ നബി അലൈഹി ഇസ്ലാം നേരിട്ടിട്ടുള്ളത് ആ സമൂഹത്തിലുള്ള ഏറ്റവും വലിയ ധിക്കാരിയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകൾ എല്ലാ സമൂഹത്തിലും ഉണ്ടായിട്ടുണ്ട്. ഷിർക്ക് ചെയ്യുന്ന ആളുകൾ, ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകുന്നത് അതുണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ തന്നെയാണ് റബ്ബ് എന്ന് പറഞ്ഞത് ഫിറൗനാണ്. അന റബ്ബുക്കുമുൽ അഅല, ഞാൻ നിങ്ങളുടെ അത്യുന്നതനായ റബ്ബാണ് എന്ന് പറഞ്ഞത് ഫിറൗനാണ്. ബാക്കി ഷിർക്ക് ചെയ്ത ആളുകളൊക്കെ ഞങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിലേക്ക് അടുക്കാനാണ്, അള്ളാഹുവിലേക്ക് സാമീപ്യം പ്രാപിക്കാനാണ് എന്നേ പറഞ്ഞത്. ഫിറൗൻ ഞാൻ തന്നെയാണ് റബ്ബ് എന്ന് പറഞ്ഞു. അപ്പൊ അത്രയും വലിയൊരു ധിക്കാരിയുടെ മുമ്പിൽ ഏറ്റവും ശക്തമായ നിലക്ക്, വളരെ കൃത്യമായ നിലക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദേശം പറഞ്ഞുകൊടുത്തു. അതിന് ത്യാഗം സഹിച്ചു, അങ്ങേയറ്റം കഷ്ടപ്പെട്ടു, സബർ ചെയ്തു. ഒരു ഹദീസിൽ തന്നെ ഉണ്ട്, നിങ്ങൾ മൂസാ നബി അലൈഹിസ്സലാം ക്ഷമിച്ച പോലെ ക്ഷമിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പം മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം, മൂസാ നബിയുടെ ജനനം, ആ കാലത്ത് ഫിറൗൻ ചെയ്തിരുന്നത് അവരെ ആളുകൾ ചെയ്തിരുന്ന എന്താ, ആള് കൊല്ലലായിരുന്നു. ഇന്ന ഫിറഔന അലാ ഫിൽ അർദ്, ആ നാട്ടിലുള്ള ആളുകളെ ഫിറൗൻ ആ നാട്ടിലെ ആളുകളുടെ ആ നാട്ടിൽ ഔന്നത്യം കാണിച്ചു. അലാ ഫിൽ അർദ് വജഅല അഹ്ലഹാ ശിയാൻ, ആ നാട്ടുകാരെ ഛിന്ന ഭിന്നമാക്കി, തമ്മിൽ തെറ്റിച്ചു. യസ്തളൈഫു തായിഫത്തൻ മിൻഹും, എന്നിട്ട് അതിൽപ്പെട്ട ഒരു കൂട്ടം ആളുകളെ വളരെയധികം പീഡിപ്പിച്ചു. യുദബ്ബിഹു അബ്നാഹും, അവരെ ആൺമക്കളെ അറുകൊല നടത്തി. വയസ്തഹീ നിസാഅഹും, അവരെ പെണ്ണുങ്ങളെ ജീവിക്കാൻ വിട്ടു. ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, വലിയൊരു നാശകാരിയായിരുന്നു ഈ ഫിറഔൻ. അപ്പോൾ നാട്ടിൽ ആളുകളെ തമ്മിൽ തെറ്റിച്ച് ആൺകുട്ടികളെ കൊന്നൊടുക്കി പെൺകുട്ടികളെ മാത്രം ജീവിക്കാൻ വിട്ട് ഇങ്ങനെ നാശമുണ്ടാക്കിയ ഒരാളായിരുന്നു ഫിറഔൻ. ആ ഫിറഔൻ ചെയ്തിരുന്ന പ്രവർത്തനങ്ങൾ അത്രയും ക്രൂരമായിരുന്നു. അങ്ങനെ ആ സമൂഹത്തെയും കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാം രക്ഷപ്പെടുമ്പോഴാണ് അവിടെ ചെങ്കടൽ അല്ലാഹു തആല പിളർത്തിക്കൊടുക്കുകയും മൂസാ നബി അലൈഹി സ്വലാമും കൂടെയുള്ള ആളുകളും രക്ഷപ്പെടുകയും ഫിറഔനും കൂടെയുള്ള ആളുകളും മുങ്ങിച്ചാവുകയും ചെയ്തത്. എന്നിട്ട് ഖുർആനിൽ പറയുന്നുണ്ട്, ആ മൃതശരീരത്തെ അല്ലാഹു തആല പിന്നീട് വരുന്ന ആളുകൾക്ക് പാഠമാകാൻ വേണ്ടി നിലനിർത്തുമെന്ന്, രക്ഷപ്പെടുത്തുമെന്ന്. എന്ന് പറഞ്ഞാൽ ആ മൃതശരീരം സൂക്ഷിക്കപ്പെടുമെന്ന്. അതാണ് ഈജിപ്തിലെ മ്യൂസിയത്തിലുള്ള ഒരു മമ്മി, അതായത് ഒരു ഫറോവ എന്ന് പല ചരിത്ര പണ്ഡിതന്മാരും പറയുന്നുണ്ട്. അല്ലാഹു ആലം. ഏതായാലും ആ ഒരു സംഭവം ഒരു വലിയ സംഭവം തന്നെയാണ്. മൂസാ നബി അലൈഹി സ്വലാം ശുക്രിന് നോമ്പെടുത്തതും മൂസാ നബിയുടെ അനുയായികളാണെന്ന് പറയുന്ന ആളുകളൊക്കെ ആ നോമ്പ് തുടർച്ചയായി കൊണ്ടുവന്നതും അതുകൊണ്ടാണ്. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ വിജയം, അതിൻ്റെ പാഠം എന്താണെന്നാണ്. ഒരു പാഠം, ഒരു ചരിത്രം, ഒരു സംഭവം, അതിനൊരു സന്ദേശമുണ്ടാവും. അല്ലാഹു തആല പറയുന്നത് ഈ സംഭവം പറഞ്ഞിട്ട്, വനുരീദു അൻ നമുന്ന അലല്ലദീന ഇസ്തുദ്ഇഫൂ ഫിൽ അർളി വനജഅലഹും അയിമ്മതൻ വനജഅലഹുൽ വാരിസീൻ. വനുരീദു, അല്ലാഹു പറയാ, നാം ആഗ്രഹിക്കുന്നു, നാം ഉദ്ദേശിക്കുന്നു, അൻ നമുന്ന അലല്ലദീന ഇസ്തുദ്ഇഫൂ ഫിൽ അർളി, ഭൂമിയിൽ അടിച്ചമർക്കപ്പെട്ട ആളുകൾക്ക് ഔദാര്യം ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അടിച്ചമർക്കപ്പെട്ട, മർദ്ദിതരായ, പീഡിതരായ ആളുകൾ, ബനൂ ഇസ്രായേലുകളെ അത്ര പീഡിപ്പിച്ചിട്ടുണ്ട് ഫിറഔൻ. അപ്പൊ അവർക്കൊരു ഔദാര്യം നൽകണം എന്ന് അല്ലാഹു ഉദ്ദേശിക്കുന്നു. എന്നിട്ടോ വനജഅലഹും അയിമ്മതൻ, അവരെ നാട്ടിൻ്റെ നേതാക്കളാക്കണമെന്നും വനജഅലഹുൽ വാരിസീൻ, നാടിൻ്റെ അനന്തരാവകാശികളാക്കണമെന്ന് അല്ലാഹു ഉദ്ദേശിക്കുന്നു. അത് സംഭവിക്കുകയും ചെയ്തു. ഫിറഔന്റെ ആ ഭരണം അവസാനിച്ചു, കിരാതമായ പ്രവർത്തനങ്ങൾ തീർന്നു. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പീഡിത സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരികയും അവരെ നേതാക്കളാക്കുകയും ആ നാടിൻ്റെ അനന്തരാവകാശികളാക്കുകയും ചെയ്തു. സൂറത്തുൽ ഖസസിൽ അല്ലാഹു തആല സൂറത്തുൽ ഖസസിലെ 3, 4, 5, 6 ആയത്തുകളിൽ ഇത് തുടർച്ചയായി പറയുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു പറയാം,
വനുമക്കിന ലഹും ഫിൽ അർള്, ഈ ഭൂമിയിൽ അവർക്ക് സ്വാധീനമുണ്ടാക്കി കൊടുക്കാനും, വനുരിയ ഫിർഔന വഹാമാന വജുനൂദഹുമാ മിൻഹും മാ കാനൂ യഹ്ദറൂൻ, എന്നിട്ട് ഫിർഔനും ഹാമാൻ, ഫിർഔന്റെ മന്ത്രി പ്രധാനമന്ത്രിയായ ഹാമാനും, വജുനൂദഹുമ അവർ രണ്ടുപേരുടെയും സൈന്യങ്ങളെയും, ജുനൂദഹുമാ മിൻഹും മാ കാനൂ യഹ്ദറൂൻ അവർ ആശങ്കിച്ചിരുന്ന കാര്യം അവരെ കാണിച്ചു കൊടുക്കാനും എന്ന് പറഞ്ഞാൽ അവർക്ക് വരാൻ പോകുന്ന ദുരന്തം അത് അവരെ കാണിച്ചു കൊടുക്കാനും അല്ലാഹു തആല ഇത് ചെയ്തു എന്നാണ്. പീഡിപ്പിക്കപ്പെട്ട സമൂഹം എന്നും പീഡനത്തിലായിരിക്കില്ല, മർദ്ദിതർ എന്നും മർദ്ദനമേൽക്കേണ്ടിയിരിക്കില്ല, അക്രമിക്ക് എന്നും ആക്രമിക്കാൻ കഴിയില്ല. അപ്പൊ മർദ്ദിത പീഡിത സമൂഹങ്ങൾക്ക് ഒരു രക്ഷാദിനം വരാനുണ്ട് എന്ന ശുഭപ്രതീക്ഷയാണ് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതം നമുക്ക് ഒരുപാട് പാഠങ്ങളും സന്ദേശങ്ങളും നൽകുന്നുണ്ട്. ആ വിജയം മുഹറം മാസത്തിലായതുകൊണ്ട് ആ വിജയത്തിന് അതിൻ്റെ വലിപ്പവും അതിൻ്റെ വലിയ അർത്ഥതലങ്ങളുമുണ്ട് എന്നുകൂടി നാം അറിയണം. മുഹറത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ചരിത്രമാണ് ഉള്ളത്. എന്നാൽ ആ ചരിത്രം വളച്ചൊടിച്ചുകൊണ്ട് മുഹറം എന്ന് പറഞ്ഞാൽ കർബലയുടെ ഓർമ്മ ദിനമാണ് എന്ന് വരുത്തി തീർത്തത് ഷിയാക്കളാണ്. ശരിയാണ്, കർബല സംഭവിച്ചത്, ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടത് മുഹറം മാസത്തിലാണ്. ആ സംഭവം മറ്റൊരു സംഭവമാണ്. ഇസ്ലാം പൂർത്തിയായ ശേഷം ഇസ്ലാമിക ലോകത്തുണ്ടാകുന്ന ഏതെങ്കിലും സംഭവം അത് ആ ദിവസത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പറയാൻ പാടില്ലാത്തതാണ്. മാത്രവുമല്ല, ഈ മുഹറം എന്ന് പറയുന്നത് ഈ വിജയത്തിൻ്റെ ഒരു ഓർമ്മയാണ്. അന്ന് സങ്കടപ്പെട്ടും ദുഃഖിച്ചും മാറത്തടിച്ചും, ഇപ്പൊ നമുക്കറിയാം ഷിയാക്കളുള്ള നാടുകളിൽ ചെന്നാൽ അവരതിനെ ദുഃഖത്തിൻ്റെ ദിവസമായി കാണുകയാണ്. ആ കാര്യമാണ് മുഹറം 10 വരെയുള്ള ദിവസങ്ങൾ നഹ്സാകുന്നു, നല്ല കാര്യങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് നമുക്കിടയിലും ചില പ്രചരണങ്ങൾ ഉണ്ടായത്. ചില കലണ്ടറുകൾ നോക്കിയാൽ കാണാം, എല്ലാ മാസവും കുറേ ദിവസം നഹ്സാണ്, നല്ല കാര്യങ്ങൾക്ക് പറ്റില്ല, അന്ന് വീട് കുടിയിരിക്കാൻ പറ്റില്ല, അന്ന് വിവാഹം ഉറപ്പിക്കാൻ പറ്റില്ല, അന്ന് വിദേശത്ത് പോകാൻ പറ്റില്ല, അന്ന് വിവാഹം നടത്താൻ പറ്റില്ല, നഹ്സ് 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 എന്ന്. അങ്ങനെയല്ല മുഹറം മാസം. മുഹറം മാസത്തിൽ ഷിയാക്കൾ ദുഃഖാചരണം നടത്തുന്നു. അഹ്ലുസുന്ന ആ ദിവസം ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യങ്ങളുള്ള മാസമായി അല്ലാഹു തആല നിശ്ചയിച്ച മാസമായി അതിനെ കാണുകയും ചെയ്യുന്നു. ഇന്ന ദാലിക മിൻ സുന്നത്തിൽ യഹൂദ്, ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി അദ്ദേഹത്തിൻ്റെ ഫതാവയിൽ പറയുന്നത്, ഈ മുഹറം മാസത്തിൻ്റെ നഹ്സ് എന്ന് പറയുന്നത് ഇന്ന ദാലിക മിൻ സുന്നത്തിൽ യഹൂദ്, യഹൂദികളുടെ സമ്പ്രദായമാണത്. അന്ന് നഹ്സായി കാണുക. ലാ മിൻ ഹദിയിൽ മുസ്ലിമീൻ, അത് മുസ്ലിമീങ്ങളുടെ മാതൃകയല്ല. അൽ മുതവക്കിലീൻ അലാ ഖാലിഖിഹിം വബാരിഇഹിം, അതായത് സൃഷ്ടാവും അതുപോലെ രക്ഷിതാവുമായ അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ടുള്ള മുസ്ലിങ്ങളുടെ മാർഗമല്ല അതെന്ന്. അങ്ങനെ ഉണ്ടല്ലോ, ചില ദിവസം ചൊവ്വാഴ്ച അതിന് ചൊവ്വാദോഷം എന്ന് പറയും, വേറെ ചില ദിവസം വേറെ ചില സമയം ശകുനം, അങ്ങനെ. ഇതൊന്നും മുസ്ലിമീങ്ങളുടെ മാർഗമല്ല. മുസ്ലിമീങ്ങൾ അള്ളാഹുവിൽ തവക്കുലാക്കിയത് കൊണ്ട് ആ തവക്കുൽ ചെയ്ത് അങ്ങ് ജീവിക്കുക എന്നതാണ് വേണ്ടത്. അപ്പൊ ഖുർആനിൽ നഹ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചിലർ പറയും. സൂറത്തുൽ ഖമറിൽ 19-ാമത്തെ ആയത്തിൽ ഇന്നാ അർസൽനാ അലൈഹിം റീഹൻ സർസറൻ ഫി യൗമി നഹ്സിൻ മുസ്തമിർ, അവരുടെ മേൽ നാം ഉഗ്രമായ കാറ്റടിപ്പിച്ചു, അത് വിട്ടുമാറാത്ത ദുശഗുണത്തിൻ്റെ ദിവസമായിരുന്നു, അതാണ് നഹ്സിൻ്റെ ദിവസമായിരുന്നു എന്ന്. ഇത് ആദ് സമൂഹം ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ സമൂഹമാണ്. ആ സമൂഹത്തിന് അള്ളാഹു നൽകിയ ഒരു ശിക്ഷയായിരുന്നു, വ്യാപകമായി ശക്തമായി കാറ്റടിച്ച് അവർ തകർന്നുപോയി. അതിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് ആ യൗമു നഹ്സിൻ മുസ്തമിർ എന്ന, അത് ആ ഒരു സംഭവത്തെക്കുറിച്ചുള്ള ഒരു കാര്യമാണ്, മോശമായ ദിവസം എന്ന് പറഞ്ഞത്. അപ്പം ഇത് വച്ചിട്ട് ചില ആളുകൾ, കണക്ക് കൂട്ടുന്നവർ, തൽസമാത്തിൻ്റെ ആളുകൾ, നല്ല നേരം ഗണിച്ചു കൊടുക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ട് ഇന്ന ദിവസം നഹ്സാണെന്ന് പറയും. മുഹറവുമായി അതിന് യാതൊരു ബന്ധവുമില്ല. മുഹറം മാസത്തിൽ പ്രത്യേകമായ ആരാധനകളില്ല, പ്രത്യേകമായ അലങ്കാരങ്ങളില്ല,
പ്രത്യേകമായ വസ്ത്രങ്ങളില്ല, പ്രത്യേകമായി ചെല്ലേണ്ട എന്തെങ്കിലും പ്രാർത്ഥനകളില്ല. എല്ലാ നല്ല കാര്യങ്ങളും ധാരാളമായി ചൊല്ലുക എന്നല്ലാതെ അത് ഒരു ഇസ്ലാമികമായ മാതൃക ഇല്ലാത്ത കാര്യവും കൂടിയാണ് എന്ന് സാന്ദർഭികമായി ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയ്യിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ ദീൻ അനുസരിച്ച് ജീവിക്കുക എന്നത് നമ്മുടെ ഇഹപര ജീവിതത്തിലെ വിജയത്തിന് അനിവാര്യമാണ്. അതിൻ്റെ ഗുണം നമുക്ക് തന്നെയാണ്. അത് പാലിക്കാത്തതിൻ്റെ വിഷമവും നമുക്ക് തന്നെയാണ് വരിക. ഇപ്പോൾ നമ്മൾ മഴക്കാലം വന്നു. മഴക്കാലം വന്നതോടുകൂടി ഒരുപാട് രോഗങ്ങൾ പ്രചരിക്കുകയാണ്. മാറാവ്യാധികൾ അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ വ്യാപിക്കുന്നു. അപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പ് പകർച്ചവ്യാധികൾ പ്രതിരോധിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ആവശ്യപ്പെട്ടു. ആരോഗ്യ വകുപ്പ് ഒരുപാട് പ്രവർത്തനം നടത്തുന്നു. അതിനെല്ലാവരും സഹകരിക്കണമെന്ന് പറയുന്നു. ഇതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നാം ചെയ്യേണ്ടത് എന്ന് നമ്മളും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ദീനനുസരിച്ച് അങ്ങ് ജീവിച്ചാൽ ഇതൊക്കെ അതിലുണ്ടാകും. അത്രയും സമ്പൂർണമാണ്. നിങ്ങൾ നോക്കൂ, എന്തെല്ലാമാണ് ഇപ്പം പറയുന്നത്. വൃത്തി വേണം. മനുഷ്യരെ അവരുടെ ശരീരവും അവരുടെ വസ്ത്രവും അവരുടെ വീടും അവരുടെ പരിസരങ്ങളും ആളുകൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങളും ഒക്കെ വൃത്തിയാക്കണം. അതാണ് ഇപ്പോൾ വന്ന ഒരു നിർദ്ദേശം. നമുക്കത് പുതിയ കാര്യമല്ലല്ലോ. ഖുർആനിൽ സൂറത്തുൽ മുദ്ദസിറിൽ വസിയാബക ഫതഹിർ എന്നൊരായത്തുണ്ട്. 14-ാമത്തെ ആയത്ത് സൂറത്ത് മുദ്ദസിർ. യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻസിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ. നിന്റെ വസ്ത്രം ശുദ്ധമാക്കണം, വസ്ത്രം വൃത്തിയുള്ളതാക്കണം എന്ന്. അതിന് കുറേ അർത്ഥങ്ങളുണ്ട് കേട്ടോ. അത് ഒന്നാമത്തെ അർത്ഥം വസ്ത്രം എന്ന് പറഞ്ഞാൽ വസ്ത്രം, മറ്റൊരർത്ഥം മനസ്സ്, മറ്റൊരർത്ഥം നമ്മുടെ ആത്മാവ്, നമ്മുടെ ഇബാദത്ത്, അങ്ങനെയൊക്കെ അർത്ഥങ്ങളുണ്ട്. എന്നാലും ഒന്നാമത്തെ അർത്ഥം വസ്ത്രം തന്നെയാണ്. അപ്പോൾ വൃത്തി ഉണ്ടാവണം. നമ്മൾ നമസ്കരിക്കുമ്പോൾ വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം. നമ്മൾ നമസ്കരിക്കുന്ന സ്ഥലം വൃത്തിയുള്ളതായിരിക്കണം. നമ്മുടെ ശരീരം വൃത്തിയുള്ളതായിരിക്കണം. നമ്മൾ നമസ്കാരത്തിന് വേണ്ടി വുളു ചെയ്യണം. വുളു ചെയ്യുമ്പോൾ സാധാരണ പുറത്ത് കാണുന്ന കൈയും മുഖവും എല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കണം. കാലുമൊക്കെ കഴുകണം. നിങ്ങൾ നോക്കൂ, കൃത്യമായി നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ നിർബന്ധമായി 5 നേരം ഈ പണി ചെയ്യണ്ടേ? പിന്നെ ളുഹായും മറ്റു നമസ്കാരമൊക്കെ ചെയ്യാൻ വേറെ ഉണ്ടാവില്ലേ? അപ്പോൾ വൃത്തിയായി ജീവിക്കണം എന്ന് പറഞ്ഞത് നമ്മൾ ഇതൊക്കെ അങ്ങ് ചെയ്താൽ തന്നെ വൃത്തിയായി. അതുപോലെ നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നമ്മളോട്, കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല. കെട്ടി നിൽക്കുന്ന വെള്ളം, അതും പകർച്ചവ്യാധികൾ പ്രചരിക്കുന്ന ഒരു സംഗതിയാണല്ലോ. അതുപോലെ മാലിന്യങ്ങൾ അത് ഒഴിവാക്കണം. ഇതൊക്കെ ഹദീസുകളിൽ വന്ന സംഗതിയാണ്. ശരീരം പോലെ നോക്കൂ, പല്ല് തേക്കൽ പ്രത്യേകം സുന്നത്താണല്ലോ. നമ്മളെ സുന്നത്തായാലും അല്ലെങ്കിലും പല്ല് തേച്ച് ശീലിച്ചവരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല്ല് തേച്ചിരുന്നു. പലപ്പോഴും നിസ്കാരത്തിൻ്റെ മുമ്പ് പല്ല് തേച്ചിരുന്നു, വുളുവിൻ്റെ മുമ്പ് പല്ല് തേച്ചിരുന്നു. വീട്ടിലേക്ക് വരുമ്പോൾ പല്ല് തേച്ചിരുന്നു എന്നാ. അതായത് വീട്ടിലേക്ക് വന്നാൽ ആദ്യം പല്ല് തേക്കുമായിരുന്നു. കാരണം ആളുകളോട് വർത്തമാനം പറയുമ്പോൾ അവർക്കൊരു പ്രയാസം വരണ്ടല്ലോ. മാത്രമല്ല നമ്മുടെ വായ ശുദ്ധിയാടി നിൽക്കാനും. അതൊക്കെ ദീനിലുള്ള കാര്യങ്ങളാണ് അല്ലേ. പിന്നെയും കുറേ കാര്യങ്ങളുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. സൂറത്തുൽ ബഖറ 222. അല്ലാഹു തആല അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവരെയും വൃത്തി പാലിക്കുന്നവരെയും അല്ലാഹുവിന് ഇഷ്ടമാകുന്നു എന്ന്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ആരോഗ്യ നിർദ്ദേശങ്ങളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ ഈമാൻ കാര്യം, ഈമാൻ 70 ചില്ലാനും ശാഖകളാണെന്നൊരു ഹദീസിലുണ്ട്. അൽ ഈമാനു ബിളഉൻ വസബഊന ശുഅബ. 70 ചില്ലാനും ശാഖകളാണ്. അതിൽ ഏറ്റവും മേലെയുള്ളത് നമ്പർ 1, അത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. വഅദ്നാഹ, അത് താഴെ കിടക്കുന്നത് 70 ചില്ലാണെന്ന് പറഞ്ഞാൽ 70 കഴിഞ്ഞിട്ടുള്ളത്
ഇമാത്തത്തുൽ അദാ അനി തരീഖ്, വഴിയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്ന്. നമ്മളിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒരു റോഡ് ശുചീകരണം, ഇടവഴികൾ ശുചീകരണം എന്ന് പറഞ്ഞ കൊല്ലത്തിലൊരിക്കലൊക്കെ, അങ്ങനെയല്ല. ഈമാനിന്റെ ഭാഗമായി നമ്മൾ ചെയ്യേണ്ടതാണ് പൊതുസ്ഥലങ്ങൾ വൃത്തിയാക്കുക എന്നുള്ളത്. അപ്പം ആളുകൾ അധികവും ചെയ്യേണ്ട അറിയോ, അവനവൻ്റെ വീട്, അതിൻ്റെ റൂം, അതിൻ്റെ പരിസരം വൃത്തിയാക്കിയിട്ട് ആ ചപ്പുചവറുകൾ ഇടുന്നത് ചിലപ്പോൾ ആളുകൾ നടക്കുന്ന വഴിയിലേക്കാവും. ഹദീസിന് നേരെ എതിരിലായിരിക്കും പ്രവർത്തിക്കുന്നത്. പിന്നെ ഇങ്ങനെ പകർച്ചവ്യാധികൾ ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ട കാര്യം, രോഗം വന്നാൽ പെട്ടെന്ന് ചികിത്സിക്കണം. നമ്മൾ ചികിത്സിക്കാതിരുന്നാൽ രോഗം പ്രചരിക്കും, നമ്മൾ ബുദ്ധിമുട്ടും. ചികിത്സിക്കണമെന്ന് ഹദീസിലുണ്ട്. യാ അയ്യുഹന്നാസ് തദാവൂ, ജനങ്ങളെ നിങ്ങൾ ചികിത്സിക്കുവീൻ. അങ്ങനെ ചികിത്സിക്കുക. ഏറ്റവും നല്ല ചികിത്സാ രീതി ഏതാണെന്ന് നോക്കി ഏറ്റവും നല്ല ഡോക്ടറെ കണ്ട് നമ്മൾ ചികിത്സിക്കണം. അതുപോലെ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണം. അല്ലേ, ചില അസുഖങ്ങൾ വരുമ്പോൾ മാസ്ക് ഇടണം എന്നൊക്കെ പറഞ്ഞ് പ്രതിരോധത്തിനാണ്. അതുപോലെ ഇത്തരം രോഗങ്ങളുള്ള ആളുകൾ പൊതു ഇടങ്ങളിലേക്ക് വരാതിരിക്കണം. ഇപ്പം നമ്മൾ പള്ളിയിൽ വരുമ്പോൾ പകരാൻ സാധ്യതയുള്ള അസുഖമുള്ള ആളുകൾ പള്ളിയിൽ വരണ്ട, അവർ വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ മതി. ഇനി വന്നിടത്ത് പെട്ടെന്നുണ്ടല്ലോ മൂക്കൊലിപ്പ്, അതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. അങ്ങനെ ആളുകൾ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു കർച്ചീഫോ എൻ്റെ കയ്യിൽ കരുതണം. കാരണം ഇപ്പോൾ നമ്മുടെ പള്ളികളിൽ ഒരു നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആളുകൾ വേറെ ആളുകളല്ലേ. അപ്പോൾ വളരെ സൂക്ഷിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. അതുപോലെ പകർച്ചവ്യാധിയുള്ള ആളുകളെ അവരെ ശുശ്രൂഷിക്കാനും മരുന്ന് കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും ഒക്കെ ആളുകൾ ശ്രദ്ധിക്കണം. എന്നാൽ അത്തരം ആളുകളെ തുടർച്ചയായി പോയി കണ്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയാസങ്ങൾ ഉണ്ടാക്കരുത്. അല്ലേ, ക്വാറന്റൈൻ എന്ന് പറയുന്നതോ കണ്ടെയ്ൻമെന്റ് സോൺ എന്നൊക്കെ പറഞ്ഞ് അന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ മാരകമായ ഇത്തരം അസുഖങ്ങൾ വന്ന ആളെ പോയി കാണണ്ടെന്നും അവർ സമൂഹത്തിലേക്ക് വരണ്ടെന്നും. അതന്നെ ക്വാറന്റൈൻ. അവരവിടെ നിൽക്കണം, അവർ സുഖമാവട്ടെ, അവർക്ക് വേണ്ടി ഒത്താശകൾ ചെയ്തു കൊടുക്കാം, അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യാം. ഏതായാലും ഇങ്ങനെ ഈ മഴക്കാലം വരുന്ന സന്ദർഭത്തിൽ സാധാരണയായി നമുക്കിടയിൽ വരുന്ന ഇത്തരത്തിലുള്ള അസുഖങ്ങൾ അതില്ലാതാവാൻ നമ്മൾ പ്രവർത്തിക്കണം, അതിന് ചികിത്സിക്കണം. പ്രതിരോധ മാർഗങ്ങൾ നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കണം. അതിനുള്ള പ്രവർത്തനം നടത്തുന്ന ആളുകളെ പെട്ടല്ലോ, ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, അതുപോലെ കോർപ്പറേഷനിലെ സംവിധാനങ്ങൾ ഒക്കെ നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അതിനോട് നമ്മൾ സഹകരിക്കുകയും ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. അവരുടെ ഖബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കണമേ. രോഗങ്ങളും മറ്റു പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളുടെ എല്ലാ രോഗങ്ങളെയും പ്രയാസങ്ങളെയും തീർത്തു കൊടുക്കണമേ. ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങളും പീഡനങ്ങളും തരണം ചെയ്യാനുള്ള ഈമാനും കരുത്തും നൽകി ഈ സമൂഹത്തെ അനുഗ്രഹിക്കണമേ. ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ശാന്തിയോടും സമാധാനത്തോടും സ്വസ്ഥതയോടും കൂടി ജീവിക്കുവാനുള്ള അവസരം നൽകി അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.